ഭാര്യയെ അറവുശാലയെ കൊണ്ടുപോയി കഴുത്തറുത്ത് കൊന്നവന് വധശിക്ഷ. ഈ സംഭവം 2017 ജൂലൈ 23-നാണ് ഉണ്ടായത്. മലപ്പുറം നരിക്കുനി കുട്ടമ്പൂർ സ്വദേശി റഹീനയുടെയാണ് കഴുത്തറുത്തത്. ഭർത്താവ് നജീമുദ്ദീനെ ബാബു എന്നും വിളിക്കും. അദ്ദേഹത്തിനാണ് ഇപ്പം കോടതി വധശിക്ഷ വിധിച്ചത്. അഞ്ചാപ്പുരയിലെ സ്വന്തം അറവുശാലയിൽ വെച്ചാണ് നജീമുദ്ദീൻ ഭാര്യയുടെ കഴുത്തറുത്തത്. അഞ്ചാപ്പുരയിൽ ഇയാൾക്കൊരു അറവുശാലയുണ്ട്. അവിടുത്തെ മാടിനെ അറുത്തിട്ട് അത് വിൽക്കുന്നത് പൈനിങ്ങലാണ് ജംഗ്ഷനിലെ ഇറച്ചിക്കടയുമുണ്ട്. വർഷങ്ങളായി അയാളുടെ തൊഴിലിതാണ്. നരിക്കുനി കുട്ടമ്പൂർ സ്വദേശി റഹീനയാണ് ഭാര്യ. കുട്ടികളുണ്ട്. ഭാര്യയിൽ വലിയ സംശയമാണ് കൂടെ. അങ്ങനെ ഭാര്യയായിട്ട് വഴക്കായി. ഭാര്യ വീട്ടുകാരും ഭാര്യയുടെ ഉമ്മ സുബൈദയും സഹോദരി റിസാനയും ഈ സഹോദരിയുടെ ഒപ്പം നിന്നു. അതിനെ ക്രിമിനൽ കേസുണ്ടായി, ഫാമിലി കോടതിയിലും കേസുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് നടന്നു. ഇതിനിടയ്ക്ക് കേസ് തീർപ്പിച്ചപ്പം നജീമുദ്ദീൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചു. അത് അയാളുടെ കുടുംബ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഭാര്യയായ ആദ്യത്തെ ഭാര്യ റഹീന അവരുടെ ഉമ്മയുടെയും സഹോദരിയൊപ്പം അവരുടെ വീട്ടിലും. പിന്നീട് ഇയാളുടെ മനസ്സ് മാറി. രണ്ടാമത് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പം പലരും ഇടപെട്ടു. ആദ്യത്തെ ഭാര്യയുമായിട്ട് ലോഹ്യമായി. അതിൽ കുട്ടികളുണ്ട്. ആ ഭാര്യ വീട്ടിൽ പോകും വരും. അതിനുശേഷം ഭാര്യയെ കൊല്ലാൻ തന്നെ ഇയാൾ തീരുമാനിച്ചു. അറവുശാലയിൽ ഇയാൾക്ക് സഹായത്തിന് ആൾക്കാർ പലരും ഉണ്ട്. കൊല്ലാൻ തീരുമാനിച്ച 2017 ജൂലൈ 23 രാത്രി അയാൾ ഭാര്യ വീട്ടിൽ ചെന്നു. ആ റഹീനയുടെ വീട്ടിൽ പറഞ്ഞു. അവിടെ നിന്ന് കുറേ ഫോൺ ചെയ്തു. അറവുശാലയിൽ രാത്രി അറക്കണം, തൻ്റെ ജോലിക്കാരും വരുന്നില്ല, കിട്ടുന്നില്ല, സഹായത്തിന് ആളില്ലാതെ വന്നു, ഒറ്റയ്ക്കായി. ഇപ്പം റഹീനയായിട്ട് ലോഹ്യമാണ്. റഹീനയായിട്ട് പറഞ്ഞു, നീ ഇവിടെ ഒന്ന് വാ അറവുശാല വരെ സഹായത്തിന്. അതിലൊരു സംശയം അവർക്ക് തോന്നിയില്ല. റഹീനയുടെ സുബൈദയും അതുപോലെ റിസാന സഹോദരിയും ഉള്ള വീട്ടിൽ നിന്ന് രാത്രി 2 മണിക്ക് ഇയാളുടെ ബൈക്കിൻ്റെ പിന്നിൽ ഇയാളുടെ ഭാര്യയെ കയറ്റിയിരുത്തി. ഒരു സംശയം തോന്നിയില്ല റഹീനയ്ക്കും അവരുടെ ഉമ്മായ്ക്കും സഹോദരിക്കൊന്നും സംശയം തോന്നിയില്ല. ഇപ്പം ലോഹ്യത്തിലാണ്. രണ്ടാമതൊരു കല്യാണം കഴിച്ചെങ്കിലും ആദ്യത്തെ ഭാര്യയുമായിട്ട് രമ്യതയിലാക്കി കേസുകളൊക്കെ ഒത്തീർപ്പാക്കാനായിട്ട് ശ്രമമാണ്. ആ സന്ദർഭത്തിൽ അവിടെ വന്ന ശേഷം ഇയാൾ മാടിനെ അറക്കുന്ന പോലെ ഭാര്യയുടെ കഴുത്തറുത്തു. അത് അറവുശാലയിൽ തന്നെയാണ് കഴുത്തറുത്തത്. രക്തമൊക്കെ അത് അക്കൗണ്ട് ചെയ്യാമല്ലോ. കാരണം മൃഗങ്ങളുടെ രക്തവും ഈ അറവുശാലയിൽ തന്നെ മനുഷ്യരക്തം കിടന്ന് തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടാണ്. കൊന്നിട്ട് ഇയാൾ അവിടുന്ന് പോയി. ഇയാൾ ഒളിവിപ്പോയി. ബാക്കിയൊന്നും ചെയ്തില്ല. കഴുത്തറുത്ത് അവിടെ ഇട്ടതേ ഉള്ളൂ. വൈരാഗ്യം വാശിയും അത്രത്തോളം ഉണ്ട്. അയാൾ നേരെ തൃശ്ശൂർ പോയി. മലപ്പുറത്തുനിന്ന് അവിടെ ഒളിവിൽ താമസിച്ചു. പിന്നെ പാലക്കാട് പോയി കുറച്ച് നാൾ താമസിച്ചു. പോലീസ് ഇയാളെ തപ്പി നടക്കുകയാണ്. താനൂർ സർക്കിൾ ഇൻസ്പെക്ടറാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇയാൾ അവിടുന്ന് കോയമ്പത്തൂർ പോയി. പിന്നീട് ഇയാൾ പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ കോയമ്പത്തൂരിൽ നിന്ന് വന്നിറങ്ങുമ്പം പോലീസ് ട്രാക്ക് ചെയ്ത് പിടിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ അലവി അറസ്റ്റ് ചെയ്തു. ഈ കേസിൻ്റെ ട്രയൽ നടന്നു. അഡീഷണൽ സെഷൻ ജഡ്ജിയായിരുന്ന അദ്ദേഹം AS ടെല്ലസ് എന്ന് പറഞ്ഞ ജഡ്ജാണ്. ഈ കുറ്റച്ചാർജിനകത്ത് കൃത്യഭാഗം കണ്ട സാക്ഷികളില്ല, സാഹചര്യ തെളിവ് മാത്രമേ ഉള്ളൂ. അയാൾ ഈ സംഭവത്തിന് സാക്ഷിയില്ലാത്തതുകൊണ്ട് പിന്നെ ഫോറൻസിക്കും സാഹചര്യ തെളിവും അവരുടെ ഉമ്മയും സഹോദരിയും കൊല്ലുന്നതിന് മുമ്പ് അയാളുടെ ബൈക്കിൻ്റെ പുറത്ത് കയറ്റിയിരുത്തിക്കൊണ്ട് പോയി.
അത് കൃത്യമായിരുന്നു. ആ സാക്ഷിമൊഴികൾ കോടതി പറഞ്ഞു. അതിനുശേഷം അവിടുന്ന് അറവശാലയിലേക്ക് പോയി എന്ന് പറഞ്ഞ് അറവശാലയെ കൊല്ലപ്പെട്ട് കിടന്നു. രാത്രി 2 മണിക്കാണ്. അത് വളരെ കൃത്യമായിരുന്നു. ആ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വളരെ സ്ട്രോങ് ആണ്. നജീമുദ്ദീൻ കാളികാവിൽ നിന്നാണ് 2ാമത്തെ കല്യാണം കഴിച്ചത്. ആ ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. കൊലപാതകം നടന്ന ദിവസം അറവശാലയിൽ ഇയാളെ സഹായിക്കുന്ന ഒരു ജോലിക്കാരും വന്നില്ല. ഇയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ. സാഹചര്യത്തിൽ വളരെ സ്ട്രോങ് ആണ്. ഫാമിലി കോടതി കേസുണ്ട്, വൈരാഗ്യമുണ്ട്. ആ കേസ് ഇയാളെ സംശയത്തിൻ്റെ പുറത്താണ് ആ കേസുകളൊക്കെ വന്നത്. അത് കോടതിക്കും മനസ്സിലായിട്ടുണ്ട്, നാട്ടുകാർക്കും അറിയാം. അന്വേഷിച്ച സർക്കിൾ ഇൻസ്പെക്ടർ അത് വളരെ കൃത്യമായി ആലപിക്ക്. ഏതായാലും കോടതിയിലെ ട്രയൽ നടന്നു, സാക്ഷികളെല്ലാം വിസ്തരിച്ചു. ഇയാൾക്ക് കോടതി വധശിക്ഷയാണ് കൊടുത്തത്. കാരണം മോട്ടീവ് വളരെ കൃത്യമാണ്. ജഡ്ജസ് A.V. ടെല്ലസിൻ്റെ വിധിയാണ്. ഈ ഒരു സംഭവം നാട്ടുകാരിൽ വലിയ ഞെട്ടലുണക്കി. അത് തന്നെയല്ല, ഇയാൾ കൊല്ലുന്നതിന് യാതൊരു മടിയില്ലാത്ത മനുഷ്യനാണ്. അറവശാലയിലാണ് ഇയാളുടെ ജോലി. മാടിനെ അറക്കുന്നതാണ് ഇയാളുടെ തൊഴിൽ. അതുകൊണ്ട് ഇയാൾ കൃത്യമായി ആ കൊലപാതകം നടത്തിയത് ഇയാൾ തന്നെയെന്ന് അതിന് യാതൊരു സംശയമില്ല. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും അത് കൃത്യമാണ്. എല്ലാ സർക്കിൾ ഇൻസ്പെക്ടർ ആലവിയുടെ അന്വേഷണത്തിൽ ആ ഉദ്യോഗസ്ഥനെ അഭിനന്ദിക്കുന്നു. അത് തന്നെയല്ല, ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വാങ്ങിച്ചു കൊടുത്തു. ഇത് പിന്നീട് ലൈഫ് ഇംപ്രിസൻ്റ് ആകെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മാടിനെ അറക്കുന്ന ആൾ അതേ രീതിയിൽ മനുഷ്യനെ അറക്കുന്ന ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അഞ്ചാപ്പുരയിൽ നടന്ന മറ്റു മൃഗങ്ങളെ കൊല്ലുന്ന പോലെ തന്നെ ഭാര്യയെ, ഒരു മനുഷ്യനെ അതുപോലെ കൊന്ന് തള്ളിയെന്നാണ് ഈ കേസിൻ്റെ രത്ന ചുരുക്കം. അതുകൊണ്ട് കോടതിയുടെ ആ തീരുമാനം റയറസ്റ്റ് ഓഫ് റയർ കേസ് തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഇത് ഒരു ക്രൂരമായ കൊലപാതകമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ പെട്ടെന്ന് അയാൾ അറക്കും. എത്രയോ മൃഗങ്ങളെ കൊന്ന കൈയാണത്. അതുകൊണ്ട് കഴുത്ത് അറുത്ത് മാറ്റുമായിരുന്നു പെട്ടെന്ന്. വിത്തിൻ സെക്കൻഡ് വളരെ ഫാസ്റ്റായിട്ട് അയാൾ അത് ചെയ്യും. ഒരു മനുഷ്യജീവിയോടാണ് കാണിച്ചതെന്നുള്ള കാര്യം അയാൾ മറന്നു. അത് തന്നെയല്ല, അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഹൈക്കോടതിയും ശരിവെച്ച് പോകുമെന്നാണ് എൻ്റെ ഒരു ധാരണ.